What happened? हेलो गाइस, स्वागत है आपके फेवरेट रिएक्शन चैनल में। और आज हम लेके आए ARM मूवी के सीन 3 का रिएक्शन। सो लास्ट सीन में हमने देखा किस तरीके से इनका जो प्यार है वो मतलब बहुत अच्छे रोमांस में बदल गया। और देखा जाए तो अभी सब अच्छा चल रहा है, पर ऑफ कोर्स इसका बहुत ज़्यादा डर है कि ये एंड बहुत बुरा कर सकता है, बिकॉज उसके फैमिली वाले बहुत खतरनाक लग रहे हैं। इंडियन इनको शादी तो करनी पड़ेगी आपस में, पर इन लोगों में वही कास्टिज्म है, तो पता नहीं चीजें कैसे वर्क करेंगी। तो देख लेते हैं क्या होगा। तो आप भी देखो, मिलते हैं। लेट्स स्टार्ट। ओह वाओ, മതി ട്യൂഷൻ വന്നിട്ട് കളിച്ചോണ്ടിരിക്കാണ്. ആ അതെന്നെ ഞാനും ചോദിക്കുന്നത്, പഠിക്കണ്ട. അപ്പൊ നമ്മുടെ മൗലിക पुलिस अब क्या हुआ? നീ ഇന്നലെ നമ്മളെ ദാമോദരന്റെ വീട്ടിൽ മോട്ടർ നന്നാക്കാൻ പോയിനാ? എന്നാ മോട്ടർ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല. मोटर അയിന് പരാതി കിട്ടിയിട്ടുണ്ട്. നിന്നെ അവർക്ക് സംശയം. സാറേ വെറുതെ ഇല്ലാനും പറയരുത്, എനക്കതിന്റെ ആവശ്യമില്ല. എന്തായാലും നീ നാളെ ഒന്ന് സ്റ്റേഷനിലോട്ട് വാ. എന്നെ എന്തിനാ സാറേ സംശയിക്കുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്താ ജീവിക്കുന്നത്. മോഷണവും കഷ്ടപ്പാടുള്ള പണി തന്നെയാടാ, അത് ഞങ്ങൾക്ക് അറിയാം. പ്രേമന്റെ വീട്ടിൽ നിന്ന് മാല പോയി, വേറെ 3-4 വീട്ടിൽ നിന്ന് മോട്ടർ. ഇതൊന്നും പോരാത്തതിന് ആടും കോഴിയും പല വക. മക്കം പോയാൽ നമുക്കാന്ന്. कैसा हो तुम्हारे टीचर पे इल्जाम लग रहा हो चोरी का? കേട്ടില്ലേ, പോലീസുകാരി മുറ്റത്ത് കയറ്റിയപ്പോ സമാധാനായില്ലേ? അമ്മമ്മേന്റെ വാക്കും കേട്ട് നാട്ടുകാരോട് വാശി തീർക്കാൻ നടന്ന പ്രായമല്ല അതൊന്നും ഓർത്തു നീ. इन्होंने की थी चोरियां बचपन में तो करते थे। अभी मोटर चोरी हुई उनके घर से। कल कैसे मोटर चोरी हुई? हुई है, पर अभी का पता नहीं ना इनका सीन क्या है, लग तो नहीं रहा। अच्छा, ये दादी है इसकी। और वो खुश होती थी इसकी चोरियों से। നീ മണിയന്റെ ചോരന്നെയാണ്. बनियन का खून है। എന്തിനാ ഇത്? അതാ ചന്തുനായർ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഓൻ ചെയ്ത ചെറിയൊരു സൂത്രപ്പണിയാ. അമ്മേന്റെ ഉപദേശം കേട്ട് കേട്ട് ചെക്കൻ കള്ളനായപ്പോ സമാധാനായില്ലേ? കള്ളന്റെ മോളാന്ന് ശപിച്ചിട്ട് ഇവന്റെ അച്ഛൻ എന്നെ ഇട്ടിട്ട് പോയപ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നതിന് ഇവൻ ഓർത്തിട്ടാ. ഇതിനോട് കഷ്ടപ്പെട്ട് വളർത്തുന്നതിന് മണിയം കൊണ്ടാലോ മുതലും നോക്കി പറ്റിക്കൂടാൻ നിന്നിട്ട് ഒടുക്കത് കിട്ടൂലാന്നായപ്പോ നിന്നെ മോന് ഇട്ടിട്ട് പോയതല്ല, ഭർത്താവ് തന്നെ. നീങ്ങ വാ, ഇത് തിരിച്ചു കൊടുത്തിട്ട് മതി. എടാ, നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഇതിപ്പോ തിരിച്ചു കൊടുക്കാൻ നിന്നാ നിന്റെ മോൻ ആജീവനാന്തം കള്ളനാ. बात तो सही है। എടുത്ത മുതൽ അതുപോലെ തിരിച്ചു വെക്കാനുള്ള കെണിയും ഓനറിയാം. वाओ, अगर वो लेना जानता है तो वो रखना भी जानता है वापस। सही बात। ആ ചെക്കനല്ലേ ആയിരിക്കും താക്കോല് കട്ടത്. കള്ളൻ. कौवा ले गया था, पेट है उसका। अब इनका सारा वही चला गया। മണിയൻ ചിലപ്പോ കാക്കയും പൂച്ചയായിട്ടും വരും. अंकल की बेइज्जती होगी। तो मोटरें कौवे से चोरी करवा रहे हैं। पागल हो गए, कौवा कैसे मोटर उठाएगा? अरे क्या कुछ भी, प्यार में सब कुछ हो जाता है। यार कहाँ से आया इसमें? कौवों से प्यार नहीं हो सकता। ये कौन है? Nice place. कॉन्ट्रैक्टर लग रहा है कोई। ആജാ. ഇതെന്റെ മോളാ ലക്ഷ്മി. മോളെ ഇത് സുദേവ് വർമ്മ. फ्रेंड का स्टाइल खतरनाक है। സുദേവ് മാത്രമേ ഉള്ളൂ, വാലൊക്കെ മുറിച്ച് കളഞ്ഞതാ. സുദേവ് വാല് മുറിച്ചാലും പാരമ്പര്യം മുറിച്ചു കളയാൻ പറ്റുമോ? ലക്ഷ്മി, ഇടയ്ക്കൽ കോവിലകത്തെ ആളാ കക്ഷി. ये उस राजे की शायद फैमिली से है। ചെയ്യണം. നമ്മളെ കാവിനെ പറ്റി ലക്ഷ്മണൻ സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോ നിങ്ങൾ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മളെ വടക്കേ പറമ്പിലെ വീടാ താമസത്തിന് ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഈ അംഗം നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് റീസെന്റ് അറിഞ്ഞു. പിന്നെ ഞങ്ങള് വെയിറ്റ് ചെയ്തില്ല.
ऐसा कैसा पंखा था भाई? ഫാന് വേണമെന്നില്ല. വേണ്ട. മാറാനാണെങ്കിൽ പ്രയാസമില്ല, എന്റെ ഷർട്ടും തരാം. അതെ, കറക്റ്റ് ഫിറ്റ് ആയിരിക്കും. കുഴപ്പമില്ല, വണ്ടിയിലുണ്ട്. ഐ മാനേജ്. എന്റെ പൊന്നജയ, ആംപ്ലിഫയർ ഒന്ന് ശരിയാക്കി തരാ. എത്ര കാലമായി പറയുന്നു? 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം. നീ പോവല്ലേ, നീ ഇപ്പൊ പോയ അടുത്ത ഉത്സവത്തിനെ കാണുള്ളൂ. ഇപ്പൊ റിമാൻഡ് ഒന്നും ചെയ്തില്ലേ? പോലീസിന്റെ കയ്യിൽ നല്ല കണക്കിന് കിട്ടിയെന്നാ കേട്ടെ. गालियां भी इसको देनी है, काम भी इससे करवाना है. ऐसे रहना पड़ता है ना ऐसे लोगों ഗണപതി के बीच। കല്യാണം പോലെ ആയിക്കൂടാട്ടാ. ഇന്നാജയ ये कौन है? ओ ये बादल जोसेफ भी आ गए. चलो अब कुछ फन होगा. ये इंटरेस्टिंग कैरेक्टर्स ही लेते हैं. സുരേഷ ഏടായിരുന്നു നീ? ഭാസ്കര, ഒരു വിവരമില്ലല്ലോ. സമയം കിട്ടിയില്ല എം വി അജയ. മംഗലാപുരം, ഉടുപ്പി, കൊല്ലൂർ, ധർമ്മസ്ഥല, മുരുടേശ്വരം, ഗോകർണം, തുളു, മണാലി എന്നിങ്ങനെ പോവാൻ ഇനി വടക്കിനി അമ്പലങ്ങളൊന്നും ഇല്ല. ओ ഇനി ഒരു തിരിച്ചുവരവില്ലാന്ന് വിചാരിച്ചാ അത്രയ്ക്ക് നോവിച്ചിരുന്നു ഈ പിഞ്ചു ഹൃദയം. അകത്ത് പോയി പാത്രം കഴുകി വെക്കടാ. ഇല്ല, നിങ്ങൾ ഒടുക്കത്തെ ചെമ്പും വെച്ചളെ കഴിക്കുന്ന അത്തല് വെള്ളമായിട്ടാണ് ഞാൻ ഈ നാട് വിട്ടു പോയത്. അച്ഛന്മാരായ മക്കളെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്നാ വാടാ, ബഹുമാനം പഠിപ്പിച്ച് തരാടാ. अरे बाप बेटे ऐसे क्यों लड़ रहे हैं? बेचारा वो अभी आया तो है. पोस्टर लग रहा है. Holds the board ഈയിടെ upside down. ഞാനൊരു ചായക്കട തുടങ്ങാൻ പോവാ. I'm good. अच्छा टी സ്വന്തം स्टॉल. കസ്റ്റമേഴ്സിനോടും പണിക്കാരോടും എങ്ങനെ പെരുമാറണമെന്ന് അച്ഛൻ ഈടുന്ന് കണ്ടുപിടിക്കാം. चंदू नायर सन टी शॉप. അപ്പൊ എല്ലാം തീരുമാനിച്ചു പോലെ ഉത്സവം ഉഷാറാക്കുന്നു. സുരേഷിന്റെ ഈ ചായ കുടിച്ചതിന് ശേഷം എല്ലാവർക്കും പിരിയാം പോരെ? അല്ല, അജയന്റെ വീട്ടുകാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട്. അതിലെന്ത് തീരുമാനം? വിളക്ക് കെട്ടവന്റെ കുടുംബക്കാരെ കാവൽ കയറ്റാൻ കമ്മിറ്റി തീരുമാനിച്ച പിന്നെ നാട്ടുകാരും ഉത്സവത്തിനുണ്ടാവില്ല, അത് ഉറപ്പാ. അപ്പൊ കളരി കയറ്റുന്നോ? കളരി വേറെ കാവ് വേറെ കേട്ടുവാ. അപ്പോ അതന്നെ തീരുമാനം. ഈ നകത്താന്ന് ചിയോതി വിളക്കുള്ളത്. കൊല്ലത്തിൽ ഒരിക്കൽ നട തുറക്കും. Once a year. വിളക്കിന്റെ ഫോട്ടോ അന്ന് എടുക്കുക. നട തുറക്കലിന്റെ തലേന്നാണ് അങ്കത്തല്ല്. കളരിത്തറയില് അതിന്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. मार्शल आर्ट्स. Oh. वो पुराने टाइम से चलती आ रही है. ഇത്രയ്ക്ക് എക്സ്ട്രോണറി ആണോ അതിനകത്ത് വിളക്ക്? കോവിലകത്തെ പഴയ ഡോക്യുമെന്റ്സിൽ ഈ വിളക്കിനെ കുറിച്ചുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്ന് ഈ വിളക്കിനെ കുറിച്ച് അറിഞ്ഞ ഒരു ടീം എന്നെ വന്ന് കണ്ടിരുന്നു. അടുത്ത മാസം ലണ്ടനിൽ വെച്ച് ഒരു ഓപ്ഷൻ ഉണ്ട്. ये चोरी करेगा. ഞാൻ അവർക്ക് കൈ കൊടുത്തു. और एक राजा खानदान में से स्टिल और नाम किस पे आएगा? इस पे ഇതിൻ്റെ ഉള്ളിലുള്ള വിളക്ക് ഒരു മൂല്യയിടാൻ പറ്റാത്ത ഹിഡൻ ട്രഷറാ. ഇറ്റ്സ് ഇൻവാല്യുബിൾ. എന്തിനെയായാലും ഞാനും ആ വിളക്കിന് അവകാശിയാണല്ലോ. എന്ത് തന്നെ തടസ്സങ്ങൾ വന്നാലും ഞാൻ ആ വിളക്ക് എടുത്തിരിക്കും. कोई ना कोई ऐसी नस्ल तो आती ही है सब खराब कर देती है. Oh wow. അമരമുന കടകത്തിൽ ചുഴിച്ചു. ആര് ചേർന്നട്ടി? അമരമുന കടകത്തിൽ ചുഴിച്ച്. ഒടാതല 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 അമരമുന കടകത്തിൽ ചുഴിച്ച്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ചെക്കൻ അജയ്. കടകത്തിൽ ചുഴിച്ച്. ഷൂസ് അയച്ചിട്ട് ഷൂട്ടിക്കോ? Of course, ये उनका टेम्पल है. സോക്സ് ഉണ്ടല്ലോ. സോക്സ് ഇടാം. ഈ പ്രകാശനാണ് നമ്മ കൊണ്ടിട്ട് ഇപ്രാവശ്യം അങ്കത്തലിന് കളത്തിലിറങ്ങുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം പ്രകാശൻ തന്നെയായിരുന്നു ഇഞ്ചോടിഞ്ച് തല്ലിയിട്ടാ തോറ്റത്. ഇപ്രാവശ്യം പ്രകാശൻ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ്. മത്സരത്തിന് അത്രയൊക്കെ വാശി ഉണ്ടാവോ? പിന്നെ നല്ല വാശി ഉണ്ടാവും. ഇടയ്ക്കലും നമ്മയും തമ്മിലുള്ള അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ ഇത്. ഇടക്കൽ. പിന്നെ ഈ അടി കാണലാണ് നമ്മുടെ നാട്ടുകാരുടെ പ്രധാന വിനോദം. ഇത്തവണ ഇടയ്ക്കലിന് വേണ്ടി തല്ലു പിടിക്കാൻ വരുന്ന ആരാന്നറിയോ? കാവുമ്പായി സുധാകരൻ. അയാൾക്ക് അറിയാൻ കഴിയാത്ത കെട്ടുമറിച്ചിലുകളൊന്നും ഇല്ലാതാ കേട്ടത്. നല്ല നാടൻ തല്ല്, കരാട്ടെ, കുങ്ഫു, ലൂഡോ. ലൂഡോ അല്ല ജൂഡോ. ലൂഡോ में बहुत अच्छा है. നിങ്ങളെ പരിപാടി നടക്കട്ടെ. ഉച്ചയ്ക്ക് ഊണ് വീട്ടിൽ നിന്നാണ്. ശരി. വൈകിട്ട് ചായ അട. ഫെലിക്സ്. യെസ്. लग रहा है आगे चल के कुछ होगा. आमने सामने. ഏത് സച്ചിൻ സ്കോർഡ് സെഞ്ചുറി മാൻ. സൂപ്പർ. He'll make many more records. ഈടെ ആരും ഇത് കാണലൊന്നുമില്ല. പിന്നെ ലക്ഷ്മി കാണും. ഈ കൊട വെച്ചത് തന്നെ ഇവള് പറഞ്ഞിട്ടാ. അല്ല SI എന്തു പറഞ്ഞിട്ടാ MV അജയനെ വിട്ടത്? SI സ്റ്റേറ്റ്മെന്റ് എടുത്ത് വിട്ടിട്ടുണ്ട്. എപ്പോ വിളിച്ചാലും പോണ്ടി വരും. ആ ചന്ദ്രൻ ശരിക്ക് വിറപ്പിച്ച് വിട്ടിട്ടുണ്ട്. പേടിയുടെ കാര്യം ചോദിക്കേ. ഞാൻ നോക്കാം. സിഗ്നൽ പോയിട്ടുണ്ടാവും. अच्छा वो तार को वो करते थे ना. कुछ तो बहुत अलग सोच रहा है यार. मेरे को तो वो लड़की सेफ नहीं लग रही यहाँ पे. ओह अच्छा, ऊपर कुछ हो इसका मतलब वो आया हुआ है. എങ്ങനെ വന്നു? എനക്ക് എങ്ങനെയും വരാലോ. കള്ളൻ. तू तो मत बोल. ഞാൻ തമാശക്ക് വിളിച്ചാട്ടോ. पूरा दिन बेचारा यही सब तो सुनता है. മേത്തെല്ലാം വേർപ്പും ചളിയോ. എന്റെ മേത്ത് മറ്റേ ആവുന്നു. ആയിക്കോട്ടെ. ഒരു മിനിറ്റ് ഇങ്ങനെ അനങ്ങാതെ നിൽക്കട്ടെ. ഞാൻ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരുന്നു. എനക്കറിയായിരുന്നു വരുമെന്ന്. ഇപ്പൊ ശരിയായോ? ഇപ്പോഴോ? एग्जैक्ट पोजीशन में रहना. कितना अच्छा लग रहा है ये लोग. എന്തിനാ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചേ? ചോരി. വൈദ്യുന്നെല്ലാം പറയുന്ന പോലെ പാരമ്പര്യ ലെഗസി തീഫ്. Legacy thief. മണിയന്റെ പാരമ്പര്യം അത്ര മോശമൊന്നുമല്ല. എത്ര കഥകൾ കേട്ടിട്ടുണ്ട്. കഥയല്ലാട്ടോ ജീവിതം. എനക്കാ പാരമ്പര്യം ഒരു സൂര്യക്കേടാ. അനുഭവിക്കുന്നത് അമ്മയൊന്നുമല്ല. ഞാൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞല്ലേ. പോട്ടെ. ओ ले इनका छत का रोमांस गया. अरे यार. Oh no. नहीं, Oh अभी no. अभी कुछ नहीं करना. सब खराब हो जाएगा अब. Oh no. Guys, please stop it. ഇന്നത്തേക്കല്ലേ നിന്ന് ഇപ്പൊ അത്ര ആലോചിച്ചാ മതി. इंटरव्यू देख रहे हैं ये सब यार. मोस्टली लग रहा है. മോളെ ഇതൊക്കെ ആ കുട്ടപ്പൻ നോക്കൂലേ. എന്നാലും വീട്ടിൽ വരുന്നവരുടെ താല്പര്യം നോക്കി പെരുമാറുന്നത് തറവാടിത്തത്തിന്റെ ഗുണ. മോള് വാ. अंकल हमेशा थोड़ा दूर रह जाते हैं देखने से. वो गायब है तो बंदा चोर वाले हरकतें पूरी है. वो दिल वाला लेजर. वाओ. ये छतों पे प्यार मैंने से सुना है. आज देखा भी है. കള്ളൻ. അയ്യോ കള്ളൻ. अयो दादा रे कल्लन कल्लन कोई हमेशा अजीब चीजें दिखती है वो उस मूवी में भी कोई दिखाता नहीं कुछ. अच्छा ये यहाँ है पकड़ा वो गया. ये कौन है? वो तो इसमें नहीं थे. ओ इसके पीछे भाग रहे. अरे तुम पकड़े जाओगे. कोई बोलेंगे स्टिल वो तो गायब हो जाएगा.
ആരാടാ തോത്തില്? പശുവിനെ കൂടാതെ ആരാടാ തോത്തില്? ओए 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 നിന്താ എവിടാ? अरे यार वॉक कर रहा था यार, ये अपने परिवार वालों की बस उसी वजह से मरता रहता है। तो നമ്പ്യാരുടെ വീട്ടിൽ കയറി നീ എന്നെ ഇപ്പൊ സമ്മതിച്ചോ? ഇല്ലെങ്കിൽ നിന്നെ ചെമ്പിയെ ചവിട്ടി പിടിക്കും. ഞാൻ അല്ലാതെ പറഞ്ഞു. പിന്നെ ആരാ? നിന്റെ അച്ഛൻ കള്ളത്തുണ്ടി മണിയനാ? ഇതുവരെ പെട്ടത് മുഴുവൻ നീയാന്ന് ഞാൻ തെളിയിക്കും. ഇല്ലെങ്കിൽ പിന്നെ പോലീസുകാരാണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്റെ മുമ്പ് നിന്ന് കഷ്ടി രക്ഷപ്പെട്ടതാ, എന്നിട്ട് അയ്യോഭാവം കളിക്കാൻ നീ വരട്ടോ. നാളെ എസ് ഐ വന്നിട്ട് തീരുമാനിക്കാലോ. ഞാനല്ല സാറേ. പിന്നെ മണിയും തൂക്കി കക്കാൻ നടന്നിട്ട് നോടിയുന്ന നായി. നീ എന്താ നോക്കി പഠിപ്പിക്കുന്ന എന്നെ? पुलिस वाले बाहर थोड़ा उठाना था। उसने ऐसे ऐसे कुछ किया, पता नहीं लगा कि उसने हाथ उठाया है। ओह वाओ, वो दिखा ही नहीं कि उसने हाथ। वाओ, और पुलिस वाले को शायद आइडिया नहीं है कि उसको क्या हुआ है। मैजिक, हाथों का जादू है भाई का। ऐसा ही कौन है अब यहाँ पे? कोई यूनिक ही लग रहा है। ओए, देखे हुए हैं भी कहीं। കാവിലെ ഉത്സവത്തിന് ക്ഷണം തരാൻ വന്നതാന്ന്. ഉള്ളില് കേസ് എടുക്കുമല്ലോ അല്ലേ? ഇല്ല, സദ്യ ഉണ്ടോ? പിന്നെ ഇല്ലേ? എന്നാ വരും. ശാപ്പാട് വീരനാന്ന് തോന്നുന്നു. എടോ, ചന്ദ്രൻ ഇന്നലെ രാത്രി എന്താ പറ്റി? ഈ ചന്ദ്രന് കുറച്ച് ആവേശം കൂടുതലാണ് സാറേ. ചെറിയ മസിൽ പുൾ എന്നാ ഡോക്ടർ പറഞ്ഞത്. മസിൽ പുൾ പ്രശ്നമൊന്നുമില്ല സാറേ. उसको पता ही नहीं मारा उसको. മറ്റവന്റെ കാര്യം എന്തായി? എല്ലാവർക്കും സംശയമുള്ളൂ സാറേ, പക്ഷെ അജയനാണെന്ന് ഉറപ്പിച്ചു പറയാൻ അവർക്കും പറ്റുന്നില്ല. ഒരാളെ സംശയത്തിന്റെ പേരിൽ ഇങ്ങനെ പിടിച്ചിടുന്നത് എന്തായാലും ശരിയല്ല. Right. ये अच्छा है बहुत. सैफुद्दीन. ഹലോ, പോലീസ് സ്റ്റേഷൻ. ചാത്തോട്ടി അമ്പേരാ സാറേ. സാറേ, എന്തായി കാര്യങ്ങള്? തെളിവ് കിട്ടിയാലും അറസ്റ്റ് ചെയ്യാത്ത? തെളിവ് കിട്ടിയെന്ന് എന്നോട് ആരാ പറഞ്ഞേ? ആ ചെക്കന്റെ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. പറ്റൂലെങ്കിൽ പറ, നിങ്ങളെ മോളിൽ നിയമമുണ്ട്. മേളും താഴേക്ക് നിയമം ഒരുപോലെ. ആ നോക്കാനാ ഞങ്ങൾ ഇവിടെ ഇരിക്കണം. ഇയാള് ചന്ദ്രന്റെ ആരാ? ഒരു ബന്ധുവാണ് സാറേ. അവര് കുടുംബക്കാര് മണിയന്റെ കാര്യത്തിൽ പണ്ടേ തുടങ്ങിയ കുഴപ്പാ. ഈ പുല്ല കള്ളനും മണിയടിച്ചിട്ട് തന്നെ സാറേ കക്കാൻ നടക്കുന്നത്. അവരോടേക്ക് വരാൻ പറ. എടാ, എന്നെ സാർ വിളിക്കുന്ന എസ് ഐ വിളിപ്പിച്ചിട്ടാ? ആ, തനിക്ക് എന്തിനാണോ ഈ ഹാം റേഡിയോ? ഹാമിലൊക്കെ കുറച്ച് ചങ്ങായിമാരുണ്ട്, ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. ലൈസൻസ് വേണമെങ്കിൽ ഞാൻ ഹാജരാക്കാം. അജയ, ഞങ്ങളെ സംബന്ധിച്ച് താനാണ് ഇതിലെ പ്രൈം സസ്പെക്ട്. അത് മറക്കണ്ട. PSC റാങ്ക് ലിസ്റ്റിലുണ്ടെന്നല്ലേ പറഞ്ഞു. ഇനി വല്ല പ്രശ്നം ഉണ്ടായാൽ അത് തന്നെ നല്ലതിനായിരിക്കില്ല. ഇപ്പൊ പോയി. അങ്ങനെ എന്നെ മറയാക്കി കക്കുന്നൊരു കള്ളനുണ്ടെങ്കിൽ ഓനെ പിടിക്കേണ്ടത് എൻ്റെയും കൂടെ ആവശ്യമല്ലേ സാറേ? അപ്പൊ പിന്നെ ഞങ്ങളെന്തിനാ? അജയൻ ചെല്ല്. പോടോ. अभी उनको शायद थोड़ा डाउट हुआ. ये कैसे वेलकम के लिए सारे खड़े हैं कि हाँ इतना नजर रखते हैं. वो मनियन का खौफ इतना था. വെറുതെ മൂപ്പിക്കാൻ നിൽക്കല്ല, ഹോട്ടലിലെങ്ങാനും പോയി ഇരിക്കാൻ നോക്ക്. ताने कसने के लिए खड़े. സ്കൂൾ ഭാഷ അവണ്ടവനെയൊക്കെ പിടിച്ച പോലീസുകാരനാക്കി ഇങ്ങനെ ഇരിക്കും. ഓരോ ദിവസം കളനെ നമ്മളായി കിട്ടും. इतना अलग टॉर्चर है. वही इल्जाम बार बार. इंसान ऐसे ना हो तो भी बन जाए. काफी बार ऐसा देखा है कि फैमिली लीनिएज के साथ बहुत चीजें जोड़ी जाती हैं कि इसके घर वाले तो ऐसे होंगे तब ये भी ऐसा होगा. और वही यहाँ पे होता हुआ दिख रहा है कि वो मनियन इतने बड़े चोर थे और उनका हमने देखा था, एक ग्लिम्स ही देखा था कि वो कैसे फाट उनके हाथ चलते थे और वो सबको मतलब उनके सारे दिए बुझा दिए थे, फिर दिए जला दिए थे. इस तरीके से उनका हाथ था. तो उनके दादा परदादाओं से इतनी वो न्यूज़ चलती आ रही है ना, तो वो इनके अंदर भी गड़ी हुई है कि इनकी पूरी फैमिली चोरों की फैमिली है. और इवन दादी ने भी उसको वही सिखाया था और इनके हाथों में वो जादू भी है ही. पर
अभी तक हमने तो कोई चोरी नहीं देखी। हमने चोरी नहीं देखी, पर बिल्कुल वैसी चीजें तो है। खून तो भैया है, क्योंकि उनके हाथ की सफाई हो गई, फुर्ती हो गई, और वो ऐसा नहीं कि वो चोर है तो बस वैसा, वो स्मार्ट कितना था, मरियन बहुत स्मार्ट था, ये भी बहुत ज्यादा स्मार्ट है पूरे गांव में, पर बस वो एक धब्बा लगा हुआ है उनपे, तभी सब उस पे मतलब उनको इरिटेट करते हैं इतना। वही, और मोटर चोरी करने का तो समझ नहीं आता, क्योंकि उसी बहाने तो वो मिल पाते थे उससे जाके। तो अब ये कौन, और वैसे इतनी मोटरें कौन चोरी कर रहा है, बहुत सारे क्वेश्चंस हैं अभी भी। सो देखेंगे क्या होता है। तो आप लोग कैसे लगा कमेंट सेक्शन में जरूर बताएगा। तो इसे लाइक करते जाइए, कमेंट करते जाइए, शेयर करते जाइए और सब्सक्राइब करिए। बाय।